നമസ്കാരം. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ വളരെ ആവേശത്തിലാണ്. നിയമസഭയിലെ അടിപൊളി പ്രസംഗങ്ങൾ, തഗ്ഗുകളൊക്കെ ജനങ്ങൾക്ക് ആവേശമുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായത് UDF MLA മാർ നിരന്നു നിന്ന് പിണറായി വിജയനെയും CPM-നെയും അധിക്ഷേപിക്കുന്നത് കണ്ടിട്ടും ഒന്നും അറിയാത്ത പൊട്ടനെ പോലെ കുത്തിയിരിക്കുന്ന പിണറായി വിജയനെ തോണ്ടി ഇവരൊക്കെ പറയുന്നത് കേട്ടില്ലേ, ഇങ്ങനെ കുത്തിയിരിക്കാതെ എണീറ്റ് എന്തെങ്കിലും പറയടോ എന്ന ഫീൽ ഉണ്ടാകുന്ന തരത്തിൽ ദേഷ്യത്തോടെ KN ബാലഗോപാൽ പ്രസംഗിച്ച ആ സീനാണ്. മനസ്സോടെ ബാലഗോപാലിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമല്ലേ എന്ന് കരുതി പിണറായി വിജയൻ എണീറ്റ് നിന്നൊരു കാച്ചങ്ങോട്ട് കാച്ചുകയാണ്. രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാണ് അക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെ പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായി രീതിയാണ് സാർ. എല്ലാവരും പറഞ്ഞതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. ഇത് നേതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ സാധാരണ സ്വീകരിക്കുന്ന എല്ലാ രീതികളും അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പറയുകയാണ്. ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി. അപ്പോൾ അതുമായി സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. മറ്റൊരു രസകരമായ സീൻ, പിണറായി വിജയൻ ചാടി എണീറ്റ് ഷിബു ബേബി ജോണിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നതാണ്. ഫിഷറീസ് മന്ത്രിക്ക് വിവരമില്ലേ? ഒരു മന്ത്രി സംസാരിക്കുമ്പോൾ മറ്റൊരു മന്ത്രി സംസാരിക്കുന്നത് ഈ പറയുന്ന മന്ത്രിക്ക് വിവരമില്ല എന്നുള്ള പ്രഖ്യാപനമാണ് എന്നൊക്കെ ചോദിച്ച് ആളാവാൻ ശ്രമിച്ചതാണ് പിണറായി വിജയൻ. പക്ഷേ ഷിബു ബേബി ജോൺ എണീറ്റ് നിന്ന് കണക്കിനങ്ങ് കൊടുത്തു. പണ്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ AK ശശീന്ദ്രൻ സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് വാരി വലിച്ചങ്ങ് കൊടുത്തു. ബഹുമാനായ മന്ത്രി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ബഹുമാനായ മന്ത്രി ഇടപെടുകയും അങ്ങ് പതിവിൽ നിന്ന് വിപരീതമായി അത് അനുവദിക്കുകയും അങ്ങനെ അദ്ദേഹം ബഹുമാനായ ഫിഷറീസ് മന്ത്രിക്ക് എന്തോ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ അല്പം കഴിവുകേടുണ്ട് എന്ന് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരിടപെടൽ. ഇന്ന് രാവിലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഞാൻ ഫിഷറീസ് മന്ത്രിയുടെ ഒരു ഇടപെടലിനെ തുടർന്ന് അദ്ദേഹം ഫിഷറീസ് കഴിവുകേടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അതിന് ശേഷം കണക്കെടുത്തു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വഴി കണക്കെടുത്തു. കഴിഞ്ഞ ഗവൺമെൻറ് 5 വർഷ കാലയളവിൽ 6 ഇൻസിഡൻ്റ് ഉണ്ട് സർ, ഇതുപോലെ മന്ത്രിമാർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റ് മന്ത്രിമാർ ഇടപെട്ടത്. അതിലെനിക്ക് ഏറ്റവും കൗതുകം 30/6/2022 കേരളത്തിൻ്റെ അന്നത്തെ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വനം മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ കയറി ഇടപെട്ട് സംസാരിച്ചു. സർ, അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് കഴിവില്ലെന്ന് വിചാരിച്ചുകൊണ്ടാണോ ശശീന്ദ്രൻ കയറി ഇടപെട്ടതെന്ന് എനിക്കറിയില്ല. എന്താണേലും ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല. ഇങ്ങനെ രസകരമായി മുന്നേറുകയാണ് നിയമസഭ. അതിനിടയിൽ ആവേശമുണ്ടാക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ യാദൃച്ഛികമായി വരാറുണ്ട്. അതിലൊന്ന് അധികമാരും ശ്രദ്ധിക്കാതെ പോയ ഗതാഗത മന്ത്രി CP ജോണിന്റെ ഒരു സുപ്രധാനമായ പ്രഖ്യാപനമായിരുന്നു. CP ജോൺ നിയമസഭയിൽ ഇങ്ങനെ പറഞ്ഞു: നമ്മുടെ സ്കൂളുകളിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ആലോചിച്ച് +2 പഠിക്കുമ്പോൾ തന്നെ പ്രീ ലൈസൻസ് ട്രെയിനിങ്, ലൈസൻസ് എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള എന്താണ് വാഹനമെന്നും അതിൻ്റെ നിയമങ്ങളെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലത്തിൽ തന്നെ നമ്മൾ അതിൽ ഇടപെടുന്നതിനെ കുറിച്ച് ഗതാഗത വകുപ്പ് ചിന്തിക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ആലോചിച്ച് 18 വയസ്സാകുമല്ലോ സാർ +2 കഴിയുമ്പോൾ. അത് കഴിയുന്ന സമയത്ത് തന്നെ ആ വെക്കേഷനോട് കൂടി നമ്മുടെ +2കാർക്കും +2കാരിക്കും വാഹനം ഓടിക്കാനുള്ള ഒരു ലൈസൻസ് കൊടുക്കാനുള്ള ഒരു ബൃഹത് പദ്ധതി നമ്മൾ ആലോചിക്കുകയാണ്. ഈ പറഞ്ഞതിൽ ഇനിയും കൂടുതൽ വ്യക്തത ആവശ്യമാണെങ്കിലും ആശയം നന്നേ ബോധിച്ചു. നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ഡ്രൈവിംഗ് കൾച്ചർ നമ്മുടെ നാട്ടിൽ ഇല്ല എന്നതാണ്. നമ്മൾ ക്യൂ നിൽക്കില്ല, നമ്മൾ റെഡ് ലൈറ്റ് ജമ്പ് ചെയ്യും, നമ്മൾ വേറൊരാളെ കടത്തിവിടില്ല. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയല്ല. തിരക്കേറിയ റോഡിലൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരിക്കലും സൈഡ് റോഡിൽ നിന്ന് വരുന്ന ആൾക്ക് ഈ റോഡിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളതുകൊണ്ട് തിരക്കേറിയ റോഡിൽ നിൽക്കുന്നവർ സൈഡ് റോഡിൽ നിന്ന് വരുന്നവരെ കയറ്റിവിടും. അതുപോലെ ലൈറ്റ് അടിച്ച് കാണിക്കുന്നത് നമ്മളിവിടെ ഞാൻ പോവുകയാണ് എന്ന് പറയാനാണ്. എന്നാൽ വിദേശത്തൊക്കെ നീ പൊക്കോളൂ എന്ന് പറയാനാണ്. ഇത്തരത്തിൽ യാതൊരുവിധ മര്യാദയുമില്ലാതെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഡബിൾ ലൈനിലൂടെ നമ്മൾ പോവുകയാണെന്ന് കരുതുക, ഇടതുവശത്തെ ലൈനിലൂടെ പോകണം എന്നതാണ് മര്യാദ.
പക്ഷേ സ്കൂട്ടറുകാരും ഓട്ടോറിക്ഷക്കാരും ലോറിക്കാരും പോലും വലതുവശത്തെ ലൈനിലൂടെ പോകൂ. ഇടതുവശത്തെ ലൈനിലൂടെ ഓവർടേക്ക് ചെയ്യുന്നത് ആപത്താണ്. പക്ഷേ എത്ര ഓണടിച്ചാലും ഇടതേക്ക് മാറാൻ ഇവർക്ക് മടിയാണ്. ഇങ്ങനെ ഡ്രൈവിങ്ങിൻ്റെ ഒരു നിയമവും നമുക്കാർക്കും അറിയില്ല. അതിൻ്റെ മൂല കാരണം നമ്മൾ ഓടിച്ചെന്ന് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തുകൊണ്ട് പോരുന്നു എന്നതാണ്. ഇപ്പോഴാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഇത്ര സ്ട്രിക്റ്റ് ആയത്. നേരത്തെ അങ്ങനെയൊന്നുമല്ല. സ്വാധീനമുണ്ടെങ്കിൽ ആർക്കും ലൈസൻസ് കിട്ടുമായിരുന്നു, ഓടിച്ചു നോക്കാതെ പോലും. ഇത്തരം ഒരു ദുരന്തം ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ നാട് നന്നാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിദ്യാഭ്യാസ സമയത്ത് തന്നെ നമുക്ക് സിവിക് സെൻസ് രൂപപ്പെടുക എന്നതാണ്. അതിലേക്ക് വഴിതെളിക്കുന്നതാണ് CP ജോണിൻ്റെ പ്രസ്താവന. മന്ത്രി CP ജോൺ പറഞ്ഞത് +2 പഠനത്തിൻ്റെ ഭാഗമാക്കി ഡ്രൈവിംഗ് എത്തിക്സ് കൂടി പഠിപ്പിക്കുമെന്നാണ്. റോഡ് സൈനുകൾ പഠിപ്പിക്കുക, ഡ്രൈവിംഗ് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക, കുട്ടികൾക്ക് ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. 18 വയസ്സ് പൂർത്തിയാകാൻ കാത്തിരിക്കേണ്ട, അതിനു മുമ്പ് തന്നെ അവർ ഡ്രൈവിംഗ് പഠിക്കട്ടെ, ഡ്രൈവിംഗ് നിയമങ്ങൾ പഠിക്കട്ടെ. +2 കഴിഞ്ഞ് 18 വയസ്സാകുമ്പോൾ തന്നെ അവർക്ക് ടെസ്റ്റ് എഴുതി ലൈസൻസ് കിട്ടും. ലൈസൻസ് കിട്ടുമ്പോൾ അവർ ഈ 2 വർഷം പഠിച്ച നിയമങ്ങളൊക്കെ ഓർത്തിരിക്കും. വലിയൊരു വിപ്ലവത്തിന് തുടക്കമാവും ഇതെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ ഇതിന് ചില നൂലാമാലകളുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന് കൂടി കണ്ണു തുറന്നാലേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ. കാരണം ഈ സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരു ദിവസം സിലബസിൽ ഉൾപ്പെടുത്തിയാൽ പോലും 2 വർഷം കൊണ്ട് കുറഞ്ഞത് 75-80 ക്ലാസ് കുട്ടികൾക്ക് കിട്ടും. അങ്ങനെ അവർക്ക് റോഡിനെക്കുറിച്ചും റോഡ് നിയമങ്ങളെക്കുറിച്ചും ഡ്രൈവിങ്ങിനെക്കുറിച്ചും പഠിക്കാം. അതിനുശേഷം അവർ ടെസ്റ്റ് എഴുതി പരീക്ഷ പാസ്സായി ഡ്രൈവർ ആവട്ടെ. വലിയ മാറ്റത്തിന് ഇത് തുടക്കമാവും. ഇത്തരം നവീന ആശയങ്ങൾ നമ്മുടെ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ വിജയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് പ്രാഥമികമായ നിയമപഠനം. ഈ നാട്ടിൽ നമ്മൾ ജീവിച്ചു പോകണമെങ്കിൽ ഏറ്റവും സുപ്രധാനമായത് നിയമമാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ വളരെ ചെറുപ്പം മുതൽ കുട്ടികളെ പഠിപ്പിച്ചു വന്നാൽ കുട്ടികളുടെ ജീവിതത്തിൽ അത് വലിയ നേട്ടമുണ്ടാക്കും. നമ്മൾ സിവിക് സെൻസുള്ള, സാമൂഹ്യ ബോധമുള്ള പൗരന്മാരായി മാറും. ഈ ഡ്രൈവിംഗ് ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ ഈ നിയമവും ഉൾപ്പെടുത്തി നമ്മുടെ വിദ്യാഭ്യാസ സിലബസ് പരിഷ്കരിച്ച് നമ്മുടെ പുതിയ തലമുറയെ ശരിയാക്കിയെടുക്കണം. തീർച്ചയായും പാഠപുസ്തകങ്ങൾക്കപ്പുറത്തേക്ക് തൊഴിൽ പരിശീലിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ പ്രായോഗികമായി മനസ്സിലാക്കുന്ന തരത്തിൽ സിലബസ് പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പുസ്തകങ്ങളൊക്കെ കാണാപ്പാഠം പഠിച്ച് പരീക്ഷ എഴുതുന്ന തരത്തിലാണ് ഇപ്പോഴും. ഈ കാലത്തെങ്കിലും അതിനൊരു മാറ്റം വരട്ടെ. കുട്ടികൾ അവരുടെ അഭിരുചി കണ്ടെത്താനും അതനുസരിച്ച് പ്രായോഗികമായ കാര്യങ്ങൾ പഠിക്കാനും അവസരം കിട്ടുന്ന തരത്തിൽ സിലബസ് പരിഷ്കരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പല പ്രശ്നങ്ങളും. എന്തായാലും ഇങ്ങനെയൊരു ഇനിഷ്യേറ്റീവ് എടുത്ത CP ജോണിന് അഭിനന്ദനങ്ങൾ.